ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ തിരുസഭ കൊണ്ടാടുകയാണ്. പരമ്പരാഗതമായി അത് ആഘോഷിക്കപ്പെടുന്നത് ജനുവരി മാസം 6-ാം തീയതിയാണ്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഞായറാഴ്ച എന്ന രീതിയിലാണ് ഇന്ന് തിരുസഭ കൊണ്ടാടുന്നത്. കർത്താവിൻ്റെ 4 പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈശോ ഈ ലോകത്തിൽ പിറന്നിട്ട് 4 പ്രത്യക്ഷീകരണങ്ങളാണ്. അതായത് ഈശോയുടെ ദൈവീകത വെളിപ്പെടുത്തപ്പെട്ട 4 അവസരങ്ങളാണ്. ഈശോയുടെ മഹത്വം വെളിപ്പെടുത്തപ്പെട്ട 4 അവസരങ്ങളായാണ് രൂപത്തിൽ ഈ പ്രത്യക്ഷീകരണങ്ങൾ എന്ന് പറയുക. ഒന്നാമത്തേത് ക്രിസ്മസാണ്. ക്രിസ്മസിന് ആട്ടിടയന്മാർക്ക്, യോസേപ്പിതാവിനും മാതാവിനും, എന്നാൽ പ്രധാനമായും ആട്ടിടയന്മാർക്ക് ഈശോ രക്ഷകനായി വെളിപ്പെടുത്തപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ 3 രാജാക്കന്മാരുടെ തിരുനാളിൽ, 3 രാജാക്കന്മാരിലെ 3 ജ്ഞാനികളുടെ തിരുനാളിൽ പ്രിയപ്പെട്ടവരെ, വിജാതിയർക്ക് കർത്താവ് തൻ്റെ ദൈവീകത വെളിവാക്കി. മൂന്നാമത്തേത് ഈശോയുടെ ജ്ഞാനസ്നാനമാണ്. ആ സമയത്ത് സ്നാപക യോഹന്നാന് ഈശോയുടെ മഹത്വം, ദൈവീകത വെളിവാക്കപ്പെട്ടു. 4-ാമത്തേത് ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് കാനായിലെ കല്യാണ വിരുന്നിൽ. അവിടുന്ന് തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ച് തൻ്റെ മഹത്വം വെളിവാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവയെല്ലാം ചിലപ്പോൾ ഒരേ സമയത്ത് ആഘോഷിച്ചിരുന്നതാവാം. എന്നാൽ സഭ പ്രത്യേകമായിട്ടാണ് ഇവ ആഘോഷിക്കുന്നത്. ഇവയിൽ പ്രത്യക്ഷീകരണ തിരുനാളായിട്ട് കൊണ്ടാടപ്പെടുന്നത് ഈ 3 രാജാക്കന്മാരുടെ തിരുനാളാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി കാര്യങ്ങൾ ഈ സംഭവം, മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ സംഭവം നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു വിധത്തിൽ മത്തായി തൻ്റെ സുവിശേഷം രചിച്ചത് യഹൂദ ക്രൈസ്തവർക്ക് വേണ്ടിയാണെങ്കിലും അതിൻ്റെ തുടക്കത്തിലും അവസാനവും ഒരു വിധത്തിൽ വിജാതിയർക്കും ആ രക്ഷ പകരുന്ന കാര്യം പ്രത്യേകം വെളിപ്പെടുത്തുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഈ 3 രാജാക്കന്മാർക്ക് ഈശോ തൻ്റെ ദൈവികത വെളിപ്പെടുത്തിയ സംഭവം. ഏറ്റവും അവസാനം ഈശോ പറയുന്നുണ്ട്, ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. അപ്പം ഈശോ ഒരു വിധത്തിൽ യഹൂദർക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് എന്നുള്ള യാഥാർത്ഥ്യം വെളിവാക്കപ്പെടുകയാണ് ഈ തിരുനാളിലൂടെ. പ്രിയപ്പെട്ടവരെ, അന്ന് ആ ജ്ഞാനികൾ കിഴക്ക് നാട്ടിൽ നിന്ന് കടന്നു വന്നവർ, അത് പേർഷ്യയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് വന്നവരാകാം. ആ 3 പേര് കർത്താവിനെ തേടി യാത്ര ചെയ്യുക. അവർ നമുക്കൊക്കെ വലിയ പ്രതീകമാണ്. അവരുടെ 3 യാത്രകളുണ്ട്. ഒരു യാത്ര അവർ തങ്ങളുടെ നാട്ടിൽ നിന്ന് ഹെറോദസിനടുത്തേക്ക്, രണ്ടാമത്തേത് ഹെറോദസിൻ്റെ അടുത്ത് നിന്ന് അവർ ഈശോ എവിടെയായിരുന്നോ അവിടേക്ക്, 3 ഈശോയുടെ അടുത്ത് നിന്ന് തങ്ങളുടെ നാട്ടിലേക്ക്. പ്രിയപ്പെട്ടവരെ, ഇതിൽ ആദ്യത്തെ യാത്ര ഒരു വിധത്തിൽ അവരുടെ തന്നെ കണക്കൂട്ടൽ അനുസരിച്ചായിരുന്നു. മാനുഷികമായ കണക്കൂട്ടലുകൾ. പ്രിയപ്പെട്ടവരെ, ഇപ്പം യഹൂദരുടെ രാജാവ് എവിടെയോ പിറന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് അവർ യാത്ര പുറപ്പെടുവാം. അവർ യാത്ര പുറപ്പെടുമ്പോൾ തങ്ങളുടെ ആ അറിവ് നോക്കി, തങ്ങളുടെ ഉദ്ദേശം, ഒരു വിധത്തിൽ യഹൂദരുടെ രാജാവാണെങ്കിൽ രാജകൊട്ടാരത്തിലായിരിക്കാം പിറന്നിരിക്കുന്നത്. ഹെറോദസിനടുത്തേക്ക് അങ്ങനെയാണ് അവർ എത്തിപ്പെടുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് ഒരു വിധത്തിൽ വലിയ വിഷമതകൾ വരുത്തി വെച്ചു. ഒത്തിരി കുഞ്ഞുങ്ങളുടെ മരണത്തിന് അത് ഇടയാക്കി. നമ്മുടെ മാത്രം കണക്കൂട്ടൽ അനുസരിച്ചല്ല നമ്മുടെ ജീവിതത്തിൽ യാത്ര ചെയ്യേണ്ടത്. രണ്ടാമത്തെ യാത്ര, ഹെറോദസിൻ്റെ ഭവനത്തിൽ നിന്ന് അവർ ഈശോയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ 2 കാര്യങ്ങളാണ് അവരെ നയിച്ചത്. ഒന്നാമത്തേത് ബൈബിളിലൂടെ ലഭിച്ച അറിവ്. രണ്ടാമത്തേത് ആകാശത്തിലെ നക്ഷത്രം അവരെ മുന്നോട്ട് നയിക്കുക. നക്ഷത്രം എവിടെ ചെന്നിന്നോ അവിടെ കർത്താവ് ഉണ്ടായിരുന്നു, ബെത്ലഹേമിൽ. പ്രിയപ്പെട്ടവരെ, നമ്മളെ നയിക്കേണ്ടത് ആ രണ്ടാമത്തെ യാത്ര ഒരു വിധത്തിൽ വിശ്വാസികളുടെ യാത്രയാണെന്ന് പറയാം. ആ യാത്രയിൽ നമ്മൾ ദൈവത്തിൻ്റെ ആ സ്റ്റാർ, ദൈവത്തിൻ്റെ നക്ഷത്രം കണ്ട്, അല്ലെ ദൈവം ഏകുന്ന ആ ഉൾവെളിച്ചം, അതേപോലെ തന്നെ ബൈബിളിലൂടെ നമുക്ക് വെളിപ്പെടുത്തപ്പെടുന്ന കാര്യങ്ങൾ, അതിൻ്റെ 2ൻ്റെയും വെളിച്ചത്തിൽ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ യാത്ര. മൂന്നാമത്തെ യാത്രയോ കർത്താവിൻ്റെ അടുത്തുനിന്ന് അവർ തിരിച്ച് സ്വഭവനത്തിലേക്ക് വേറൊരു വഴിയിലൂടെ പോവുകയാണ്.
ഈശോയെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ വഴിയിലൂടെ മുന്നേറാനാവില്ല. ഈശോയെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം വരുത്തും. അങ്ങനെ ഈശോയെ കണ്ടുമുട്ടിയവരായി രൂപത്തിൽ ഈശോയോട് ചേർന്നുള്ള ഒരു യാത്രയാണ് തങ്ങളുടെ നാട്ടിലേക്ക്. നമ്മുടെ ജീവിതം തന്നെ പ്രിയപ്പെട്ടവരെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ദൈവം നമ്മളെ നയിക്കട്ടെ. ഈ പ്രപഞ്ചത്തിലൂടെ വെളിപ്പെടുന്ന സ്റ്റാർ, ബൈബിളിലൂടെ വെളിപ്പെടുന്ന വചനം പ്രിയപ്പെട്ടവരെ, അതേപോലെ തന്നെ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഉള്ളിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വഴി നടത്തണം. അവിടെ നമുക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാനും ആ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിന് സമ്മാനങ്ങൾ അർപ്പിക്കുവാനും കർത്താവേകുന്ന ചൈതന്യത്തോടെ പുതിയ വഴിയിലൂടെ മുന്നേറാനും പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സാധിക്കും. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ചാണ് അവർ മറ്റൊരു വഴിയിലൂടെ മുന്നോട്ട് പോകുന്നത്. അപ്പം ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ വെളിച്ചത്തിൽ ഉള്ള യാത്രയാണ് വീട്ടിലേക്കുള്ള മടക്കയാത്രയും. നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് കാണുന്നത്, ആദ്യം കാണുന്ന രൂപത്തിൽ ആ സ്റ്റാറാണ്. ഈശോ ജനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അറിവ് കൊടുക്കുന്ന നക്ഷത്രം. പ്രിയപ്പെട്ടവരെ, ആ നക്ഷത്രം 3 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്നാമത്തേത്, ഈ ലോകത്തിൽ ഈശോയുണ്ട് എന്ന തെളിവ് കൊടുത്തു. ഈ ലോകത്തിൽ കർത്താവുണ്ട്, അവിടുന്ന് ഇതാ ജനിച്ചിരിക്കുന്നു എന്നുള്ള അറിവ് കൊടുത്തു. രണ്ടാമത്തേത്, ആ നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർ സന്തോഷിച്ചു എന്ന് പറയുക. സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന നക്ഷത്രമാണ്. യേശു ജനിച്ചപ്പോൾ മാലാഖമാർ പറയുന്നു, സർവ്വജനത്തിന് സന്തോഷമേകുന്ന സദ്വാർത്ത. അതേപോലെയാണ് ഈ നക്ഷത്രവും രൂപത്തിൽ അവർക്ക് സന്തോഷം ഏകുന്നത്. മൂന്നാമത്തേത്, ഈ നക്ഷത്രം കർത്താവ് എവിടെയായിരുന്നോ അവിടേക്ക് അവരെ നയിച്ചു എന്നുള്ളതാണ്. എവിടേക്ക്? നമ്മളൊക്കെ ഈശോയുടെ നക്ഷത്രങ്ങളായി പ്രശോഭിക്കണം പ്രിയപ്പെട്ടവരെ. ഈശോയുടെ നക്ഷത്രങ്ങളായി പ്രശോഭിക്കണം. ഈ ലോകത്തിൽ കർത്താവുണ്ട് എന്നതിൻ്റെ തെളിവാകണം നാം ഓരോരുത്തരും. ആ കർത്താവിന്റെ സന്തോഷത്താൽ നിറഞ്ഞ് നാം നിരന്തരം പരിവർത്തനപ്പെട്ട് ദൈവികരായി ജീവിക്കുവാൻ, സന്തോഷം പകർന്ന് ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. മൂന്നാമത്തേത്, നമ്മൾ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരെയും വഴി നടത്തണം. കർത്താവിൻ്റെ പക്കൽ എവിടെ കർത്താവുണ്ടോ അവിടേക്ക് മറ്റുള്ളവരെ വഴി നടത്തുക. അതാണ് നമ്മുടെ കടമ. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 3 രാജാക്കന്മാർ കർത്താവിൻ്റെ അടുത്ത് വന്ന് സമർപ്പിച്ച 3 കാഴ്ച വസ്തുക്കളുണ്ട്. ഈശോ ആരാണെന്നും ഈശോ എന്ത് ചെയ്യുമെന്നും അല്ലെ ഈശോ എന്ത് സാധിക്കുമെന്നുമാണ് ആ 3 സമ്മാനങ്ങൾ വെളിപ്പെടുത്തുക. അവർ സമർപ്പിച്ചത് സ്വർണവും കുന്തിരിക്കവും മീറയുമാണ്. സ്വർണം അർപ്പിക്കുന്നതിലൂടെ അവർ പറയാണ് ഈശോ രാജാവാണെന്ന്, രാജാതിരാജനാണെന്ന്. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയെ നമ്മുടെ രാജാവായി, രാജാതിരാജനായി കണ്ടെത്താനായിട്ട് സാധിക്കണം. അവിടുത്തെ അങ്ങനെ അംഗീകരിക്കാനും നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ അവിടത്തേക്കുള്ള യാഗമാക്കി, സമ്മാനമാക്കി തീർക്കാനും നമുക്കൊക്കെ സാധിക്കണം. രണ്ടാമത്തേത് കുന്തിരിക്കമാണ്. കുന്തിരിക്കം ദൈവത്തിന് ഉള്ളതാണ്, പുരോഹിത ശുശ്രൂഷയെ ഓർമ്മപ്പെടുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ യഥാർത്ഥ ദൈവമാണ് എന്നും അവിടുന്ന് ഒരു വിധത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള മധ്യസ്ഥനായി, യഥാർത്ഥ പുരോഹിതനായി അവിടുന്ന് തൻ്റെ ദൗത്യം നിറവേറ്റുമെന്നും ആ കുന്തിരിക്കം വെളിവാക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിരന്തരം പ്രിയപ്പെട്ടവരെ ദൈവത്തെ ആരാധിക്കാനും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു മീഡിയേറ്റർ, മധ്യസ്ഥനാകാനും നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഈശോയെ അനുകരിച്ചുകൊണ്ട്. ഈശോയാണ് യഥാർത്ഥ മധ്യസ്ഥൻ. ആ കർത്താവിൽ മധ്യസ്ഥരാകുമ്പോഴാണ് നമ്മൾ മധ്യസ്ഥരാവുക. മൂന്നാമത്തേത് മീറ. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ കുരിശിൽ കിടന്നപ്പോൾ മീറ കലർത്തിയ ആ വിനാഗിരി കർത്താവിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇത് പെയിൻ കില്ലറാണ്. അതേപോലെ ഈശോയെ അടക്കുമ്പോഴും ആ മീറയും അവർ സുഗന്ധദ്രവ്യമായി ഉപയോഗിച്ചു എന്ന് പറയാണ്. അത് ഇപ്പം മരണത്തിൻ്റെയും സഹനത്തിൻ്റെയും പ്രതീകമാണ്. ഈശോ രൂപത്തിലെ മനുഷ്യവർഗത്തിന് വേണ്ടി സഹിക്കും, മരിക്കും എന്ന ആ വെളിപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ആ മീറ കൊടുക്കുന്നതിലൂടെ അവിടെ വെളിപ്പെടുത്തപ്പെടുന്നത്. ഈശോ ആരാണെന്ന്, ഈശോ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് അവിടെ വെളിവാക്കപ്പെടുന്നു.
പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ നാം കൊണ്ടാടുമ്പോൾ അവിടുത്തെ പ്രത്യക്ഷീകരണം പ്രപഞ്ചത്തിലും ബൈബിളിലും ജീവിതത്തിലും നമുക്ക് കണ്ടെത്താനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ രാജാക്കന്മാരെ പോലെ കർത്താവിനെ തേടുന്ന ഒരു യാത്രയാകട്ടെ നമ്മുടെ ജീവിതം. കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിലുള്ള പുതിയ ജീവിതമാകട്ടെ നമ്മുടെയൊക്കെ ജീവിതം. അതേപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ 3 സമ്മാനങ്ങൾ ഓർക്കാം. ആ 3 സമ്മാനങ്ങൾ ഈശോയെ നമ്മുടെ രാജാതിരാജനായി നമുക്ക് ആരാധിക്കാം. ഈശോയെ യഥാർത്ഥ ദൈവമായി നമുക്ക് ആരാധിക്കാം. ഈശോയെ നമുക്ക് വേണ്ടി മരിക്കുന്ന, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും, സഹിക്കാനും മരിക്കാനും പോലും തയ്യാറാകുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. അങ്ങനെ ഈശോയെ കണ്ടുമുട്ടി ഈശോ തരുന്ന ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നവീകൃതരായി ജീവിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.